ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൻ്റെ അവസാന ഭാഗം. ശാസ്ത്രവിധികളൊന്നും അറിയാതെ വെറും വിശ്വാസം മാത്രം പ്രമാണമാക്കി യജ്ഞം അഥവാ ലോകസേവനം ചെയ്യുന്നവരുടെ ഗുണം എന്തായിരിക്കും എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. അതിനെ ഒരാളുടെ ശ്രദ്ധ, ആരാധന, ആഹാരം, യജ്ഞം, തപസ്, ദാനം ഇവയുടെ ഗുണഭേദങ്ങൾ നോക്കി അറിഞ്ഞുകൊള്ളണം എന്നതാണ് ഭഗവാന്റെ ഉത്തരം. അതിനു വേണ്ടിയാണ് ശ്രദ്ധ മുതൽ ദാനം വരെയുള്ള ജീവിത ഘടകങ്ങളെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കി കൊടുത്തതും. ഇനി യജ്ഞം, ദാനം, തപസ് മുതലായവയെ ശുദ്ധമാക്കാനുള്ള ഉപായത്തെ പറയുന്നു 23-ാമത്തെ ശ്ലോകത്തിൽ. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ബ്രഹ്മണഃ ബ്രഹ്മത്തിന് ഓം തത് സത് ഇതി, ഓം തത് സത് എന്നിങ്ങനെ ത്രിവിധ നിർദ്ദേശ സ്മൃതഃ 3 വിധത്തിൽ നാമനിർദ്ദേശം ഉണ്ട്. തേന ആ 3 ശബ്ദം കൊണ്ടാണ് ബ്രാഹ്മണ ബ്രാഹ്മണാദി വർണ്ണങ്ങളെയും വേദാച്ച യജ്ഞാച്ച വേദങ്ങളെയും യജ്ഞങ്ങളെയും പുരാവിഹിതാഹ ആദിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ബ്രഹ്മത്തിന് ഓം തത് സത് എന്നിങ്ങനെ 3 വിധത്തിൽ നാമനിർദ്ദേശമുണ്ട്. ആ 3 ശബ്ദം കൊണ്ടാണ് ബ്രാഹ്മണാദി വർണ്ണങ്ങളെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും ആദിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. എത്ര കണ്ട് നിഷ്കർഷിച്ചാലും ദേഹാത്മബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ന്യൂനതകളും ദോഷവും ഉണ്ടാകാം. അങ്ങനെയുള്ള ദോഷങ്ങളെ പരിഹരിക്കാനായി ദാനാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബ്രഹ്മസങ്കല്പം ചെയ്യണം എന്ന് ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന 3 പദങ്ങളാണ് ഓം തത് സത് എന്നത്. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ഓം. ഏതൊന്നിലാണോ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നത്, ആ പരമ്പൊരുളിനെ തത് എന്ന പദം സൂചിപ്പിക്കുന്നു. സത് എന്ന പദത്തിന് നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. എല്ലാത്തിൻ്റെയും സദ്ഭാവം, സത്യമായത് ബ്രഹ്മം തന്നെ. ഓം തത് സത് എന്ന് ഉച്ചരിക്കുമ്പോൾ, ബ്രഹ്മത്തെ സ്മരിക്കുമ്പോൾ നമ്മുടെ കരണങ്ങളും കർമ്മങ്ങളും എല്ലാം ശുദ്ധമായി തീരും. എല്ലാ കർമ്മങ്ങളുടെയും ഫലം എല്ലാവർക്കും ഒരുപോലെയല്ല ലഭിക്കുന്നത്. കാരണം കർമ്മത്തിൻ്റെ പിന്നിലുള്ള പ്രേരണയുടെയും ഉദ്ദേശത്തിൻ്റെയും പരിശുദ്ധി വ്യത്യാസപ്പെട്ടിരിക്കും. എത്രത്തോളം നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നുവോ അത്രത്തോളം അതിൻ്റെ ഫലം പവിത്രവുമാകും. അഹന്ത നീങ്ങി ഈശ്വരഭാവത്തിലേക്ക് ഉണർന്ന് നിസ്വാർത്ഥനായി തീരാൻ നമ്മെ സഹായിക്കുന്ന പദങ്ങളാണ് ഓം തത് സത് എന്നത്. പരമകാരണമായ ആ ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രാഹ്മണാദി വർണ്ണങ്ങളും വേദങ്ങളും യജ്ഞങ്ങളും എല്ലാം ആവിർഭവിച്ചത്. ഈ 3 പദങ്ങളുടെയും പ്രയോഗത്തെ 3 ശ്ലോകങ്ങൾ കൊണ്ട് ഇനി വിവരിക്കാൻ തുടങ്ങുന്നു. 24-ാം ശ്ലോകം. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം. തസ്മാത് അതുകൊണ്ട്, ബ്രഹ്മവാദിനാം ജ്ഞാനികളുടെ, വിധാനോക്താഹ ശാസ്ത്രോക്തങ്ങളായ യജ്ഞ ദാന തപ ക്രിയാഹ യജ്ഞം, ദാനം, തപസ് എന്നീ ക്രിയകൾ ഓം ഇതി ഓം എന്ന് ഉദാഹൃത്യ ഉച്ചരിച്ചിട്ട് സതതം എപ്പോഴും പ്രവർത്തന്തേ പ്രവർത്തിക്കപ്പെടുന്നു അഥവാ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ബ്രഹ്മജ്ഞന്മാരുടെ വിധികളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള യജ്ഞദാന തപാദി ക്രിയകൾ എല്ലായ്പ്പോഴും ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. വൈദിക മന്ത്രങ്ങളുടെ എല്ലാം മുൻപിൽ ഓം അഥവാ പ്രണവം ഉച്ചരിക്കണം എന്നത് ഒരു നിയമമാണ്.
യജ്ഞം, ദാനം, തപസ് എന്നിവ വൈദിക വിധിക്കനുസരിച്ച് ചെയ്യുമ്പോൾ പ്രണവം ഉച്ചരിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. പ്രണവം പരമകാരണമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായതുകൊണ്ട് ബ്രഹ്മബോധത്തോടുകൂടി വൈദികർ ചെയ്യുന്ന യജ്ഞദാന തപസ്സുകൾ ബ്രഹ്മമായി തീരുന്നു. മനുഷ്യർക്ക് സ്വാഭാവികമായി വരുന്ന അശ്രദ്ധ കൊണ്ട് യജ്ഞദാന തപസ്സുകളിൽ പറ്റുന്ന തെറ്റുകളെ നീക്കുവാൻ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ് യഥാവിധി പ്രവർത്തിക്കാൻ സാധിക്കും. ഇനി അടുത്തതായി തത് എന്ന് എപ്പോൾ ഉച്ചരിക്കണം എന്ന് പറയുന്നു 25-ാമത്തെ ശ്ലോകത്തിൽ. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. മോക്ഷകാംക്ഷിഭിഃ മോക്ഷേച്ഛുക്കളാൽ വിവിധാഃ പല പ്രകാരമുള്ള യജ്ഞ തപക്രിയാഃ യജ്ഞം, തപസ് ഈ കർമ്മങ്ങളും ദാനക്രിയാഃ ച ദാനകർമ്മങ്ങളും ഫലം പ്രയോജനത്തെ അനഭിസന്ധായ ഉദ്ദേശിക്കാതെ തത് ഇതി തത് എന്ന് ഉദാഹൃത്യ ഉച്ചരിച്ചിട്ട് ക്രിയന്തേ ചെയ്യപ്പെടുന്നു. ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മോക്ഷേച്ഛുക്കളാൽ നാനാതരത്തിലുള്ള യജ്ഞദാന തപക്രിയകൾ അനുഷ്ഠിക്കപ്പെടുന്നു. ശരീരമനോബുദ്ധികളുമായുള്ള താതാത്മ്യത്തെയാണ് ബന്ധം എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള നിവൃത്തിയാണ് മോക്ഷം എന്നത്. മോക്ഷം ആഗ്രഹിക്കുന്നവർ ഫലം ആഗ്രഹിക്കാതെ യജ്ഞദാന തപസ്സുകൾ ചെയ്യുമ്പോൾ തത് എന്ന ബ്രഹ്മവാചകത്തെ ഉച്ചരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ശരിയായ ഭക്തന്മാരുടെ എല്ലാ കർമ്മങ്ങളും ഭഗവത്പരമായിരിക്കും. സ്വന്തമായി ഫലപ്രതീക്ഷയൊന്നും അവർക്കുണ്ടാവില്ല. സകലതും ഭഗവന്മയം. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു എന്നല്ലാതെ കർമ്മമാർഗത്തിൽ മറ്റൊരു ചിന്തയും അവർക്കില്ല. തത് എന്നാൽ അത്, ഇന്ദ്രിയവേദ്യമല്ലാത്ത ബ്രഹ്മം. എല്ലാ കർമ്മങ്ങളും അതിൽ, ആ അധിഷ്ഠാനത്തിൽ അവർ അർപ്പിക്കുന്നു. അടുത്തതായി സത് എന്ന പദത്തിൻ്റെ വിനിയോഗം പറയുന്നു 26-ാമത്തെ ശ്ലോകത്തിൽ. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥയുജ്യതേ. പാർത്ഥ, ഹേ അർജുന, സദ്ഭാവേ സദ്ഭാവത്തിലും, വാസ്തവം എന്ന അർത്ഥത്തിലും, സാധുഭാവേജ സാധുഭാവത്തിലും, നല്ലത് എന്ന അർത്ഥത്തിലും, സത് ഇതി സത് എന്ന ഏതത് ഇത് ഈ ബ്രഹ്മവാചകം പ്രയുജ്യതേ പ്രയോഗിക്കപ്പെടുന്നു അഥവാ ഉപയോഗിക്കുന്നു. തഥാ അപ്രകാരം പ്രശസ്തേ പ്രശസ്തമായ കർമ്മണി കർമ്മത്തിലും സത് ശബ്ദം യുജ്യതേ സത് എന്ന ശബ്ദം യോജിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. ഹേ പാർത്ഥ, ഉണ്ട് എന്ന അർത്ഥത്തിലും യോഗ്യം എന്ന അർത്ഥത്തിലും സത് എന്നത് പ്രയോഗിക്കപ്പെടുന്നു. അതുപോലെ നല്ല കർമ്മങ്ങളിലും സത് എന്ന ശബ്ദം ഉപയോഗിക്കപ്പെടുന്നു. സത് എന്ന പദത്തിന് ഉള്ളത്, നല്ലത് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഉള്ളതും നല്ലതും എല്ലാം ബ്രഹ്മം തന്നെയാണ്. സത്തായി ഭവിക്കുന്നു എന്നാൽ ഇല്ലാത്ത ഒരു വസ്തു സദ്ഭാവം പ്രാപിക്കുന്നു എന്നർത്ഥം. ദുസ്വഭാവിയായിരുന്ന ഒരുവൻ സത്സ്വഭാവിയായി മാറുന്നു. ആ ഭാവത്തിൽ സത്സ്വഭാവി സത്ത് എന്ന ബ്രഹ്മശബ്ദം ചേരുന്നു. അതുപോലെ സത് എന്നത് കർമ്മത്തോട് ചേരുമ്പോൾ ശോഭനമായത്, പ്രശസ്തമായത്, സത്കർമ്മം എന്നിങ്ങനെയായി മാറും. വിവാഹം മുതലായ മംഗളകർമ്മങ്ങൾക്കും സത് ശബ്ദം ചേർക്കാറുണ്ട്. വീണ്ടും സത് ശബ്ദത്തെ പറ്റി പറയുന്നത് തന്നെയാണ് അടുത്ത ശ്ലോകവും 27-ാമത്തെ ശ്ലോകം. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. യജ്ഞേ ച യജ്ഞത്തിലും, തപസി തപസ്സിലും, ദാനേ ച ദാനത്തിലും ഉള്ള സ്ഥിതി നിഷ്ഠ, സത് ഇതി സത് എന്ന് ഉച്യതേ പറയപ്പെടുന്നു. തദർത്ഥീയം അവയെ സംബന്ധിച്ച, യജ്ഞതപോ ദാനങ്ങളെ സംബന്ധിച്ച, കർമ്മ ച കർമ്മവും
സത് ഇതി ഏവ സത്തെന്ന് തന്നെ അഭിധീയതേ പറയപ്പെടുന്നു. യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും ഉള്ള ദൃഢനിഷ്ഠയെ സത്ത് എന്ന് പറയുന്നു. ഇപ്പറഞ്ഞ മൂന്നിനും വേണ്ടിയുള്ള കർമ്മത്തെയും സത് എന്ന് തന്നെ പറയാവുന്നതാണ്. കർമ്മത്തെ ബ്രഹ്മാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്നവരാണ് കർമ്മയോഗികൾ. കർത്താവും കർമ്മവും ഫലവും എല്ലാം അവരെ സംബന്ധിച്ച് ബ്രഹ്മം തന്നെയാണ്. സാത്വികമല്ലാത്ത കർമ്മങ്ങൾ പോലും ബ്രഹ്മവാചകമായ സത് എന്നുച്ചരിച്ച് ബ്രഹ്മഭാവത്തെ ഉദ്ദീപിപ്പിച്ച് ചെയ്താൽ സത്കർമ്മമാവും. ഇങ്ങനെ ജ്ഞാനികളും ഭക്തന്മാരും കർമ്മയോഗികളും കർമ്മരൂപമായ യജ്ഞം മുതലായവയുടെ ആരംഭത്തിൽ ഓം തത് സത് എന്ന് ഉച്ചരിച്ചാൽ എല്ലാ ദോഷങ്ങളും അകന്ന് കർമ്മശുദ്ധിയുണ്ടാകും. ബ്രഹ്മാർപ്പണ ബുദ്ധിയും മോക്ഷയിച്ഛയും യജ്ഞം മുതലായവയുടെ ലോകാശ്രയത്വവും എല്ലാം ഈ 3 ശബ്ദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ഭാവനയോടെ കർമ്മം ചെയ്യുമ്പോൾ അഹന്തയും മമതയും ഇല്ലാതായി പുതുതായി വാസനകൾ ഉടലെടുക്കാതെ ബന്ധമുക്തി നേടാനും കഴിയുന്നു. ഇതിന് വിരുദ്ധമായതിൻ്റെ നില പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലെ ഉപസംഹാര ശ്ലോകമായ 28-ാമത്തെ ശ്ലോകം. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ച യത് അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രേത്യനോ ഇഹ. പാർത്ഥ, അല്ലയോ അർജുന, അശ്രദ്ധയാ ശ്രദ്ധയോട് കൂടാതെ ഹുതം ഹോമിക്കപ്പെട്ടതും ദത്തം ദാനം ചെയ്യപ്പെട്ടതായും തപഃ തപസ് യത് കൃതം യാതൊരു കർമ്മമുണ്ടോ തത് അത് അസത് ഇതി അസത്തെന്ന് ഉച്യതേ പറയപ്പെടുന്നു. പ്രേത്യ ച പരലോകത്തിലും സുഖായന സുഖത്തിന് കാരണമല്ല, ഇഹ ച നോ ഇഹത്തിലും സുഖത്തിന് കാരണമല്ല. യാതൊന്നാണോ അശ്രദ്ധയോടുകൂടി ഹോമിക്കപ്പെട്ടതും ദാനം ചെയ്യപ്പെട്ടതും തപിക്കപ്പെട്ട തപസ്സും അവയെല്ലാം അല്ലയോ പാർത്ഥ അസത്ത് എന്ന് പറയപ്പെടുന്നു. ഇഹലോകത്തിലും പരലോകത്തിലും അവ ഫലപ്രദമായി ഭവിക്കുന്നുമില്ല. ശ്രദ്ധയില്ലാതെ എത്ര വലിയ കർമ്മം ചെയ്താലും ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുകയില്ല. ശ്രദ്ധയ്ക്കനുസരിച്ചാണ് കർമ്മഫലം ലഭിക്കുന്നത്. യജ്ഞം, ദാനം, തപസ് എന്നിവ അശ്രദ്ധയോടെ ചെയ്താൽ അതിനെ സത്തായ ബ്രഹ്മവുമായി സംബന്ധിക്കാത്തതുകൊണ്ട് അസത്ത് എന്ന് പറയുന്നു. ഉണ്മയില്ലാത്തത്, നിലനിൽപ്പില്ലാത്തത് എന്നതൊക്കെയാണ് അസത്തിൻ്റെ അർത്ഥം. ഉണ്മയില്ലാത്തതിൽ നിന്നും ഒന്നും ഉണ്ടാവുകയില്ല. അസത്തായ കർമ്മത്തിൽ നിന്നും സത്തയുള്ളതൊന്നും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ശ്രദ്ധയാദേയം ശ്രദ്ധയാഗ്നിഹി സമിധ്യതേ ശ്രദ്ധയാഹൂയതേ ഹവിഹി ശ്രദ്ധാം കാമസ്യ മാതരം. ഇങ്ങനെ യജ്ഞാദികർമ്മമാർഗത്തിൽ ശ്രദ്ധ ആവശ്യം എന്ന് ശ്രുതിയും നിഷ്കർഷിക്കുന്നുണ്ട്. ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല ഭൗതിക രംഗത്തും പ്രവർത്തന ഫലം നിർണയിക്കുന്നത് മനുഷ്യൻ്റെ ശ്രദ്ധയാണ്. ശ്രദ്ധയില്ലെങ്കിൽ ഒരു രംഗത്തും മനുഷ്യന് ശോഭിക്കാനാവില്ല. അതൊരു ജീവിത നിയമമാണ്. ഓം തത്സദ് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയവിഭാഗയോഗോ നാമ സപ്തദശോധ്യായഃ. ശ്രദ്ധാത്രയവിഭാഗയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 17-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ ഗീതാ ആരതിയോടെ സമർപ്പിക്കുന്നു. ശേഷം ഗീതാ ആരതി. ജയ ഭഗവദ്ഗീതേ ഓം ജയ ഭഗവദ്ഗീതേ ഹരിഹിയ കമലവിഹാരിണി ഹരിഹിയ കമലവിഹാരിണി സുന്ദര സുപുനീതേ ഓം ജയ ഭഗവദ്ഗീതേ कर्म सुमर्म प्रकाशिनी कामासक्ति हरा ओम कामासक्ति हरा तत्त्वज्ञान विकाशिनी तत्त्वज्ञान विकाशिनी विद्या ब्रह्म परा
ॐ जय भगवद्गीते निश्चल भक्ति विधायिनि निर्मल मलहारी ॐ निर्मल मलहारी शरण रहस्य प्रदायिनि शरण रहस्य प्रदायिनि सब विधि सुखकारी ॐ जय भगवद्गीते राग द्वेष विदारिणि कारिणि मोद सदा ॐ कारिणि मोद सदा भव भयहारिणि तारिणि भव भयहारिणि तारिणि परमानन्द प्रदा ॐ जय भगवद्गीते आसुर भाव विनाशिनि नाशिनि तमरजनि ॐ नाशिनि तमरजनि दैवी सद्गुणदायिनि दैवी सद्गुणदायिनि हरिरसिका सजनी ॐ जय भगवद्गीते समदा त्याग सिखावनि हरिमुख की वाणी ॐ हरिमुख की वाणी सकल शास्त्र की स्वामिनि सकल शास्त्र की स्वामिनि श्रुतियों की राणी ॐ जय भगवद्गीते दया सुधा बरसावनि माधु कृपा की जय ॐ माधु कृपा की जय हरिपद प्रेम दान कर हरिपद प्रेम दान कर अपनो कर लीजय ॐ जय भगवद्गीते ॐ जय भगवद्गीते ॐ जय भगवद्गीते।